നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് 2023 മെയ് മാസത്തിലെ സുപ്രധാനമായ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ്. അതിലാദ്യത്തെ ചോദ്യം ഇതാണ്: വദന ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ പുഞ്ചിരി അംബാസഡർ ആയി നിയമിച്ച സംസ്ഥാനമേതാണ് എന്നതാണ് ചോദ്യം. വദന ശുചിത്വം പ്രോത്സാഹിപ്പിക്കാനായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ പുഞ്ചിരി അംബാസഡറായി നിയമിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിൻ്റെ പുഞ്ചിരി അംബാസഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം: ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് 31 മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് നമുക്ക് ആവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല എന്നത്. നമുക്കാവശ്യം ഭക്ഷണമാണ്, പുകയില അല്ല എന്നതാണ് 2023 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. കേരള സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വീട്ടുജോലിക്കാർക്കും ഹോം നഴ്സുമാർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: പുതുതായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത ശില്പിയുടെ പേരാണ്? അടുത്ത ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിമൽ പട്ടേൽ. ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം പുതുതായി രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ പുതിയതായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരാണ് ബിമൽ പട്ടേൽ. അടുത്ത ചോദ്യം: സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ ജൂലൈ മാസം 1 ഏത് രാജ്യത്താണ് അനാവരണം ചെയ്തത് എന്നതാണ് ചോദ്യം. ഉത്തരം ബ്രിട്ടനാണ്. ബ്രിട്ടനിലാണ് സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ ജൂലൈ 1 അനാച്ഛാദനം ചെയ്തത്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തിയുടെ പേരാണ് SV ഭാട്ടി. SV ഭാട്ടിയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി മെയ് മാസത്തിൽ നിയമിതനായ വ്യക്തി. അടുത്ത ചോദ്യം: മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിൽ കിരീടം നേടിയ മലയാളി താരത്തിൻ്റെ പേരാണ് HS പ്രണോയ്. പ്രശസ്ത ബാഡ്മിൻ്റൺ താരമായ മലയാളി താരമായ SH പ്രണോയ് ആണ് മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം നേടിയ മലയാളി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്? 75 രൂപയുടെ നാണയമാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കപ്പെട്ടത്. അടുത്ത ചോദ്യം: 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ്റെ പേരാണ് ജോർജി ഗോസ്പോഡിനോവ്. അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2023 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ബൾഗേറിയൻ സാഹിത്യകാരൻ്റെ പേരാണ് ജോർജി ഗോസ്പോഡിനോവ്. ടൈം ഷെൽട്ടർ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം: ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്കിൻ്റെ പേരെന്ത്? ലിറ്റിൽ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത ഓസ്ട്രേലിയയിലെ പാർക്കിൻ്റെ പേരാണ് ഹാരിസ് പാർക്ക്. അടുത്ത ചോദ്യം: പ്രഥമ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ ആറാമിന്ദ്രിയം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവിൻ്റെ പേര്? പ്രഥമ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ ആറാമിന്ദ്രിയം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് സുധാകരൻ. സുധാകരനാണ് പ്രഥമ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ ആറാമിന്ദ്രിയം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം: മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചത് ഏത് വ്യക്തിക്കാണ്? സാറ ജോസഫിനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചത്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത എഴുത്തുകാരിയായ സാറ ജോസഫിൻ്റെ സമഗ്ര സംഭാവനയ്ക്കാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിനമാണ് മെയ് 22.
മെയ് മാസം 22-ാം തീയതിയാണ് ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. 2023 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ഉടമ്പടികളിൽ നിന്ന് പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക എന്നത്. 2023 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് ഉടമ്പടികളിൽ നിന്നും പ്രവർത്തനങ്ങളിലേക്ക് ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കുക എന്നത്. കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പറയുന്ന അമേരിക്കൻ നോവലിൻ്റെ പേരാണ് സയൻസ് ഫിക്ഷൻ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ. കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പറയുന്ന അമേരിക്കൻ നോവലിൻ്റെ പേരാണ് സയൻസ് ഫിക്ഷൻ ആയ ദ മിനിസ്ട്രി ഫോർ ദ ഫ്യൂച്ചർ. ഇതിൻ്റെ രചയിതാവിൻ്റെ പേരാണ് സ്റ്റാൻലി റോബിൻസൺ. അടുത്ത ചോദ്യം, കർണാടക നിയമസഭാ സ്പീക്കറാകുന്ന മലയാളിയുടെ പേര്. കർണാടക നിയമസഭാ സ്പീക്കറാകുന്ന മലയാളിയുടെ പേരാണ് യു ടി ഖാദർ ആണ് കർണാടക നിയമസഭാ സ്പീക്കറാകുന്ന മലയാളി. അടുത്ത ചോദ്യം, പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് കോവൂരിലാണ് പി കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അറബ് രാജ്യത്തു നിന്നുള്ള ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്ന വ്യക്തി ആര്? അറബ് രാജ്യത്തു നിന്നുള്ള ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്നത് റയ്യാനത്ത് ബർണാവിയാണ് അറബ് രാജ്യത്തു നിന്നുള്ള ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയാകാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ചോദ്യം, നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് തന്നെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പോർട്ടൽ. നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് തന്നെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് സഞ്ചാർ സാഥി എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പോർട്ടാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് തന്നെ കണ്ടെത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന പോർട്ടൽ ആണ്. അടുത്ത ചോദ്യം, ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ഏത്? ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് 2018. 2018 പ്രളയത്തെ ആസ്പദമാക്കിയെടുത്ത ചലച്ചിത്രമാണ് ഇത്. അടുത്ത ചോദ്യം, അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയുടെ പേരെന്ത്? അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയുടെ പേരാണ് കെ.വി. വിശ്വനാഥൻ. അടുത്ത ചോദ്യം, കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച ചിത്രമാണ് വാസവദത്ത. കുമാരനാശാൻ്റെ കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ചിത്രീകരണം ആരംഭിച്ച ചിത്രമാണ് വാസവദത്ത. അടുത്ത ചോദ്യം, ലോക മലേറിയ ദിനം എന്ന്? ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 25. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരെന്ത്? അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരാണ് മാനാമധുര മൺപാത്രങ്ങളാണ് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാടിൻ്റെ ഉൽപ്പന്നങ്ങൾ. അടുത്ത ചോദ്യം, മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം ഏത്? മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യമാണ് മൗറീഷ്യസിലാണ് മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം. അടുത്ത ചോദ്യം, UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ 26. നവംബർ 26 UN ജനറൽ അസംബ്ലി സുസ്ഥിര ഗതാഗത ദിനമായി ആചരിക്കുന്ന ദിവസം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ATK മോഹൻ ബഗാൻ്റെ പുതിയ പേര് എന്ത്? ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ATK മോഹൻ ബഗാൻ്റെ പുതിയ പേരാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്നതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ക്ലബ്ബായ ATK മോഹൻ ബഗാൻ്റെ പുതിയ പേര്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആര്? 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ FC ആണ്.
2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ്? അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. അടുത്ത ചോദ്യം, 2023 കേരള ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏത്? 2023 കേരള ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി പാർക്ക് നിലവിൽ വരുന്ന ജില്ലയാണ് എറണാകുളം. എറണാകുളം ജില്ലയിലാണ് 2023 കേരള ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചത് എന്ന്? COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചത് 2023 മെയ് മാസം 5-നാണ്. 2023 മെയ് മാസം 5-ാം തീയതിയാണ് COVID-19 തുടർന്ന് പ്രഖ്യാപിച്ച ആഗോള അടിയന്തരാവസ്ഥ ലോകാരോഗ്യ സംഘടന പിൻവലിച്ചത്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30-നാണ്. 2020 ജനുവരി 30-ന് പ്രഖ്യാപിച്ച കോവിഡ് ആഗോള അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടത് 2023 മെയ് മാസം 5-ാം തീയതിയാണ്. അടുത്ത ചോദ്യം, 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃ ശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യം ഏത്? 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മാതൃ ശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മാതൃ ശിശു മരണങ്ങൾ നടക്കുന്ന രാജ്യമെന്ന് 2023 ഐക്യരാഷ്ട്ര സംഘടന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 145-ഉം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 95-ഉമാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് 145. തൊട്ടു പിന്നിലുള്ള വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാവട്ടെ 95-ഉം. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടക്കുന്ന സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് എന്ത്? 2023 മെയ്യിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടക്കുന്ന സംയുക്ത നാവികാഭ്യാസത്തിൻ്റെ പേരാണ് സമുദ്രശക്തി. സമുദ്രശക്തി എന്ന നാവിക അഭ്യാസം ഇന്ത്യ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ്. ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്. സംസ്ഥാനത്തെ സ്കൂളുകളും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം, ഏത് സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡ് ആണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ 50-ാം പിറന്നാളിന് ആദരവായി പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ 50-ാം പിറന്നാളിനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ സ്റ്റാൻഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അടുത്ത ചോദ്യം, എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യ സാംസ്കാരിക സമുച്ചയം ഏതാണ്? എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യ സാംസ്കാരിക സമുച്ചയമാണ് കൊല്ലം ജില്ലയിലെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. കൊല്ലം ജില്ലയിലെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമാണ് എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യ സാംസ്കാരിക സമുച്ചയം. 2023 നടക്കുന്ന 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2023 നടക്കുന്ന 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് ഇന്തോനേഷ്യ. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതിയുടെ പേരെന്ത്? 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതിയുടെ പേരാണ് കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതിയാണ് 2023 മെയ്യിൽ രജത ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പദ്ധതി. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ
പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതയായ വ്യക്തിയുടെ പേരാണ് റാണി ജോർജ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതയായ വ്യക്തിയുടെ പേരാണ് റാണി ജോർജ്. അടുത്ത ചോദ്യം, അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ സിനിമ ഏത്? അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ സിനിമയാണ് ലവ് ഇൻ 90s. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് തപൻ നാഥം എന്ന വ്യക്തിയാണ്. തപൻ നാഥം സംവിധാനം ചെയ്ത ലവ് ഇൻ 90s എന്ന സിനിമയാണ് അരുണാചൽ പ്രദേശിലെ പ്രാദേശിക ഭാഷയായ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ സിനിമ. അടുത്ത ചോദ്യം, 2023 ബ്രിട്ടൻ്റെ രാജാവായി ചുമതലയേറ്റ വ്യക്തിയുടെ പേരെന്ത്? 2023 ബ്രിട്ടൻ്റെ രാജാവായി ചുമതലയേറ്റ വ്യക്തിയാണ് ചാൾസ് മൂന്നാമൻ. എലിസബത്ത് രാജ്ഞിയുടെ പുത്രനായിരുന്നു ചാൾസ് മൂന്നാമൻ. അടുത്ത ചോദ്യം, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ്റെ പേര്? മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് VJ ജെയിംസ്. VJ ജെയിംസ് ആണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. ഇദ്ദേഹത്തിൻ്റെ ആൻറ്റി ക്ലോക്ക് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. VJ ജെയിംസിൻ്റെ ആൻറ്റി ക്ലോക്ക് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരമാണ് ആൻറ്റി ക്ലോക്ക് എന്ന നോവലിലൂടെ VJ ജെയിംസ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്കുവഹിച്ച വിപ്ലവകാരികളുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതിനായി ബിപ്ലോബി ഭാരത് ഗാലറി സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ബിപ്ലോബി ഭാരത് ഗാലറി എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്കുവഹിച്ച വിപ്ലവകാരികളുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കപ്പെടുന്ന ഒരു ഗാലറിയാണ്. ഇത് കൽക്കട്ടയിലെ വിക്ടോറിയ മെമ്മോറിയൽ ഹാളിലാണ് സ്ഥാപിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പങ്കാളിത്തം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളമുണ്ട് എന്ന് വെളിവാക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ പേരാണ് ബിപ്ലോബി ഭാരത് ഗാലറി എന്നത്. അടുത്ത ചോദ്യം, വിപ്ലവകാരികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ ബങ്കർ മ്യൂസിയം നിർമ്മിച്ചത്? വിപ്ലവകാരികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ ബങ്കർ മ്യൂസിയം നിർമ്മിച്ചത് മുംബൈ മഹാരാഷ്ട്രയിലെ താജ് ഭവനിലാണ്. മുംബൈ മഹാരാഷ്ട്രയിലെ രാജ് ഭവനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ബങ്കർ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഭൂഗർഭ ബങ്കർ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ രാജ് ഭവനിലാണ്, അത് മുംബൈയിലാണ്. അടുത്ത ചോദ്യം, പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് നോവലിസ്റ്റ്? പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് നോവലിസ്റ്റിൻ്റെ പേരാണ് സൽമാൻ റുഷ്ദി. പെൻ അമേരിക്കയുടെ ധീരതാ പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് സൽമാൻ റുഷ്ദി. അടുത്ത ചോദ്യം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നേർവഴി. നേർവഴി എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയുകയും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പാണ് നേർവഴി എന്ന ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോളിൻ്റെ 2023 വേദി ഏതാണ്? അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോളിൻ്റെ 2023 വേദിയാണ് അർജൻറ്റീന. അർജൻറ്റീനയാണ് അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോളിൻ്റെ 2023 വേദി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, G7 ഉച്ചകോടി 2023 വേദി എവിടെയായിരുന്നു? G7 ഉച്ചകോടി 2023 വേദി ഹിരോഷിമയായിരുന്നു. ജപ്പാനിലെ ഹിരോഷിമയിൽ ആയിരുന്നു G7 ഉച്ചകോടി 2023 വേദി.
സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് പാർക്കുകൾ നിലവിൽ വരുന്ന നഗരം ഏത്? സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക പിങ്ക് പാർക്കുകൾ നിലവിൽ വരുന്ന നഗരമാണ് ഡൽഹി. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗീസ്. 2023 ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗീസ്. 2023 മെയ്യിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം ഏത്? 2023 മെയ്യിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമാണ് NVS-01 എന്നത്. NVS-01 എന്നത് ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമാണ്. ഇത് 2023 മെയ്യിലാണ് വിക്ഷേപിച്ചത്. കുടുംബശ്രീ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് മെയ് 17. മെയ് 17 ആണ് കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത്. 1998 മെയ് 17 കുടുംബശ്രീ നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുവാൻ വേണ്ടി മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കാൻ വേണ്ടി മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് അനന്യ മലയാളം. അനന്യ മലയാളം എന്ന പദ്ധതി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുവാൻ വേണ്ടിയിട്ട് മലയാള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം എന്നത്. അടുത്ത ചോദ്യം, മലയാള മിഷൻ നടപ്പിലാക്കുന്ന അനന്യ മിഷൻ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ജേർണലിൻ്റെ പേരെന്ത്? മലയാള മിഷൻ നടപ്പിലാക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ജേർണലിൻ്റെ പേരാണ് കണിക്കൊന്ന. കണിക്കൊന്ന എന്ന ജേർണലാണ് മലയാള മിഷൻ നടപ്പിലാക്കുന്ന അനന്യ മലയാളം പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന ജേർണൽ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആര്? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത്ത ഷെർപ്പ എന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് 27 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ കാമി റിത ഷെർപ്പ. അടുത്ത ചോദ്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 നേടിയവർ ആര്? സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 നേടിയവരാണ് അപർണ ബാലനും M ശ്രീശങ്കറും. ബാഡ്മിൻ്റൺ താരമായ അപർണ ബാലനും അത്ലറ്റായ ലോങ് ജംപ് താരമായ M ശ്രീശങ്കറുമാണ് 2021-22 സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം സ്വന്തമാക്കിയവർ. അടുത്ത ചോദ്യം, മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്ത്? മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മോഖ. മോഖ ചുഴലിക്കാറ്റാണ് മ്യാൻമാർ ബംഗ്ലാദേശ് തീരങ്ങളിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിനെ മോഖ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ. ചുഴലിക്കാറ്റിനെ മോഖ എന്ന പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ. യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോഖ. യമനിലെ ഒരു തുറമുഖ നഗരമാണ് മോഖ. അടുത്ത ചോദ്യം, മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യം ഏത്? മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കരുണ. ഓപ്പറേഷൻ കരുണ എന്നത് മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാദൗത്യമാണ്. അടുത്ത ചോദ്യം, ഔദ്യോഗിക ഭാഷകൾ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഔദ്യോഗിക ഭാഷകൾ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഷാ സംഘം എന്നത്. ഔദ്യോഗിക ഭാഷകൾ പഠിക്കുവാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഭാഷാ സംഘം. ഇന്ത്യയുടെ 3ാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ 3ാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 12 ഇന്ത്യയുടെ 3ാം ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 12 2023 മെയ് മാസത്തിൽ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? 2023 മെയ് മാസത്തിൽ സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, പൊതുവിതരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 1000 റേഷൻ കടകളെ K-സ്റ്റോർ അഥവാ കേരള സ്റ്റോർ ആയി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. പൊതുവിതരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട
1000 റേഷൻ കടകളെ കെ സ്റ്റോറായി ഉയർത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്ന വ്യക്തിയാണ് പ്രവീൺ സൂദ്. CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനാകുന്ന വ്യക്തിയാണ് പ്രവീൺ സൂദ്. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ്. അടുത്ത ചോദ്യം, മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏത്? മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. മലപ്പുറത്തെ താനൂർ ബീച്ചിൽ ഉണ്ടായ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷനാണ് VK മോഹൻ കമ്മീഷൻ. 2023 പ്രസിദ്ധീകരിച്ച ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 പ്രസിദ്ധീകരിച്ച ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. 161 സ്ഥാനമാണ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആദ്യ സ്ഥാനങ്ങളിൽ നോർവേ, അയർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളും അവസാനത്തെ 3 സ്ഥാനങ്ങളിൽ വിയറ്റ്നാം, ചൈന, ഉത്തര കൊറിയ എന്നിവയുമാണ് ഉള്ളത്. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് സൂചിക തയ്യാറാക്കുന്നത്. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സൂചിക തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ആദ്യ സ്ഥാനങ്ങളിൽ നോർവേ, അയർലൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളും അവസാനത്തെ 3 സ്ഥാനങ്ങളിൽ വിയറ്റ്നാം, ചൈന, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമാണ് ഉള്ളത്. 2023 മെയ്യിൽ അന്തരിച്ച കാരൈക്കുടി ആർ മണി എന്ന കലാകാരൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയിരുന്നത്? 2023 മെയ്യിൽ അന്തരിച്ച കാരൈക്കുടി ആർ മണി എന്ന കലാകാരൻ മൃദംഗവാദകൻ എന്ന നിലയിലായിരുന്നു പ്രസിദ്ധനായിരുന്നത്. മൃദംഗവാദക കലാകാരനായ കാരൈക്കുടി RS മണിയാണ് 2023 മെയ്യിൽ അന്തരിച്ചത്. 2022 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം നേടിയവർ ആരെല്ലാം? 2022 മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് പുരസ്കാരം നേടിയവരാണ് മികച്ച പുരുഷ കായിക താരമായി ലയണൽ മെസ്സിയും മികച്ച വനിതാ താരമായി ഷെല്ലി ആൻ ഫ്രേസറും. മികച്ച വനിതാ താരമായി ഷെല്ലി ആൻ ഫ്രേസർ, അതേപോലെ മികച്ച പുരുഷ താരമായി ലയണൽ മെസ്സിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോക ഫുട്ബോൾ ചാമ്പ്യനായ അർജന്റീന ടീമിൻ്റെ ക്യാപ്റ്റനാണ് ലയണൽ മെസ്സി. അതേപോലെ ജമൈക്കയിലെ ഏറ്റവും മികച്ച ഓട്ടം അല്ലെങ്കിൽ സ്പ്രിൻ്റ് വിഭാഗത്തിലുള്ള ചാമ്പ്യനായിരിക്കുന്ന വനിതാ താരമാണ് ഷെല്ലി ആൻ ഫ്രേസർ. അടുത്ത ചോദ്യം, ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി നിയമിതനാകുന്നത് ആര്? ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി നിയമിതയായിരിക്കുന്നത് ലിൻഡ യക്കാരിനോ എന്ന വ്യക്തിയാണ്. ലിൻഡ യക്കാരിനോ ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി നിയമിതയായിരിക്കുന്നത് ലിൻഡ യക്കാരിനോയാണ്. ഇലോൺ മസ്ക് സ്ഥാനമൊഴിയുന്ന പദവിയിലേക്കാണ് ലിൻഡ യക്കാരിനോ ട്വിറ്ററിൻ്റെ പുതിയ CEO ആയി നിയമിതയായിരിക്കുന്നത്. എലോൺ മസ്ക് സ്ഥാനമൊഴിയുന്ന പദവിയിലേക്കായിരുന്നു നിയമനം. അടുത്ത ചോദ്യം, ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആര്? ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത്? രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നത് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ അമ്മയ്ക്ക് 6000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ്. അടുത്ത ചോദ്യം, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗാനാഥ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗാനാഥ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ താരം ആര്? ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ താരമാണ് ആലിയ ഭട്ട്. ഇറ്റാലിയൻ ഫാഷൻ ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യൻ താരമാണ് ആലിയ ഭട്ട്. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എന്ന ബഹുമതി നേടിയത് ഏത് പ്രദേശമാണ്? ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എന്ന ബഹുമതി നേടിയത് ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിനാണ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം എന്ന ബഹുമതി ലഭ്യമായിരിക്കുന്നത്. അടുത്ത ചോദ്യം, ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര്? ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ്റെ പേരാണ് C. രാധാകൃഷ്ണൻ. ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2023 സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ്റെ പേരാണ് C. രാധാകൃഷ്ണൻ. C. രാധാകൃഷ്ണനാണ് 2023 ONV കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ വ്യക്തിയുടെ പേരെന്ത്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ വ്യക്തിയാണ് ചൈനക്കാരനായ ഡിങ് ലിറിൻ. ചൈനക്കാരനായ ഡിങ് ലിറിൻ ആണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആദ്യത്തെ ചൈനക്കാരൻ. ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ചൈനക്കാരനാണ് ഡിങ് ലിറിൻ. അടുത്ത ചോദ്യം, ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. ബാസിസ് അക്കാദമി നൽകിയ 2023 മെയ് മാസത്തെ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.